എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഹരി. ഇന്ന് നമുക്കിടൊപ്പം ഉള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അവരെ തന്നെ പരിചയപ്പെടുത്തും. ഓക്കെ, എൻ്റെ പേര് തസ്രീഫ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. എഡെക്സ് ലൈഫ് സ്കൂളിൽ മെന്റർ ആണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അവിടുത്തെ സ്റ്റുഡൻസിന്. പ്ലസ് എനിക്ക് പുറത്ത് ഞാൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് നാജിയ. ഞാൻ എഡെക്സ് ലൈഫ് സ്കൂളിലെ ഓപ്പറേഷൻസ് മാനേജറാണ്. ആൻഡ് ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ മാസ്റ്റേഴ്സ് എക്കണോമിക്സിൽ ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ MBA കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൺസ് ഞാനൊരു UPSC ആസ്പിറൻ്റ് ആയിരുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് മീ. ഹായ്, മൈ നെയിം ഈസ് മുഹമ്മദ് അജ്മൽ. ഐ എം ആൻ ആസ്പയറിംഗ് ടീച്ചർ. കറൻ്റ്ലി ഞാൻ BA ഇംഗ്ലീഷ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഏകദേശം സ്റ്റുഡൻസ്, ഇപ്പൊ മേഡം ആയാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അജ്മൽ ആയാലും ഞാനും അപ്പൊ ഈ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പൊ നമുക്ക് അതിനെ കുറച്ച് ഡിസ്കസ് ചെയ്താലോ? യെസ്, തീർച്ചയായും. ഇപ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോറിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇഷ്യൂസ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു തെറാപ്പിസ്റ്റ്, അവർക്ക് ഒരു പേഴ്സണൽ തെറാപ്പിസ്റ്റിന് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര നാണക്കേടാണ്. നാട്ടുകാരൊന്നും അറിയാതെ ഇങ്ങനെ കാറിലൊക്കെ കയറി വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും നാട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇറ്റ്സ് ഹൈ ടൈം അതൊക്കെ ചേഞ്ച് ആയി വരേണ്ടത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ മെൻ്റൽ ഹെൽത്തിന് കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നത് ആഫ്റ്റർ COVID-19 ആണ്. ഒരു നമുക്കതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. COVID-19 എറ ആൻഡ് ആഫ്റ്റർ COVID-19 എറ. അതിൽ COVID-19 ശേഷം ഒന്നും കൂടിയും മെൻ്റൽ ഹെൽത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ പോളിസീസിലും എല്ലാ കാര്യങ്ങളിലും മെൻ്റൽ ഹെൽത്ത് ഒന്നും കൂടി പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളത്. അത് നമ്മുടെ കോളേജിൽ ഇപ്പോഴാണ് ഏകദേശം ഈ ഒരു റീസെൻറ്റ് ടൈമിലാണ് കോളേജസിലും കൂടി മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റീസ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. സോ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതും ഒക്കെ അനിവാര്യമായിട്ടുള്ള ഒരു പീരീഡാണ് ഇപ്പോൾ ഈ കറന്റ് ഒരു പീരീഡ് എന്ന് പറയുന്നത്. തീർച്ചയായും. ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്താ, സൈക്കാട്രിസ്റ്റ് എന്താന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല കൃത്യമായിട്ട്. ഇപ്പോഴും ആൾക്കാർ ചിന്ത എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്തിന്റെ ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണെന്നോ അങ്ങനെ ഒരു ലോക്കലി മിത്ത് പോലെ ഇപ്പോഴും ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആവശ്യമുള്ള ആൾക്കാരും ഒരു മടി പിടിച്ച് ബാക്കിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ അറിഞ്ഞാലോ അതൊരു എന്താ പറയുക, ഒരു പേടി പോലെ അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിലൂടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒന്നുകൂടി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗുഡ് എഫേർട്ടാണ്. അതെ, ഇപ്പൊ നമ്മളുള്ളത് ഒക്ടോബർ 10th വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ ഈ ഒരു അവയർനെസ് മന്ത് കൂടിയാണ്. നമ്മളത് ഇപ്പോൾ ഒരു ഹൈ ടൈം ആണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു നല്ലൊരു എഫേർട്ട് ആ ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അജ്മൽ പറഞ്ഞ പോലെ തന്നെ സൈക്യാട്രിസ്റ്റ് വേറെയാണ്. അത് MBBS ഒക്കെ എടുത്ത് വേറെ പഠിക്കുന്നതാണ് സൈക്യാട്രിസ്റ്റ്. പക്ഷെ സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റിൽ തന്നെ പലതുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, അങ്ങനെ പല മേഖലയുണ്ട്. അപ്പോൾ ഞാൻ കൺസൾട്ടിംഗ് എന്ന് വെച്ചാൽ 3 വർഷം ഡിഗ്രി BSc സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്നും, പിന്നെ 2 years വന്നിട്ട് ജാമിയ മിലിയ ഇസ്ലാമിയ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് കൺസൾട്ടിംഗ് എന്നുള്ളൊരു ഇതിലോട്ട് വരുന്നത്. ഇപ്പൊ പൊതുവേ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെന്റൽ ഡിസോർഡർ ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് കൗൺസിലിംഗ് എന്ന് എല്ലാവർക്കും. എനിക്കും പേഴ്സണലി അങ്ങനെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്താണ് കൗൺസിലിംഗ്, എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്, കൗൺസിലിംഗിന്റെ ഉപയോഗങ്ങൾ എന്താണ്, ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു. ഷോ ഇപ്പൊ ഹരി പറഞ്ഞ പോയിന്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കൊരു വലിയ ഡിപ്രഷൻ വേണം അല്ലെങ്കിൽ മുഴുവട്ട് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളിപ്പോൾ കറന്റ്ലി ഒരു ഡിസ്ട്രെസ് ഫേസ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലത്തിലൂടെ ഫേസ് ചെയ്യണം, ഒരു നല്ലൊരു മെന്റൽ ഹെൽത്ത് അഡ്വൈസ് കിട്ടിയാൽ നന്നായിരിക്കുന്നു, എൻ്റെ ലൈഫ് ഒന്നും കൂടി സിമ്പിൾ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് വരാം. അതാണ് ഇതിന്റെ ഒരു ബേസിക് ഉദ്ദേശം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി സയന്റിഫിക് ടേംസ് ആണെങ്കിലും അതെങ്ങനെയാണെന്ന് മറ്റുള്ള ആൾക്കാരെക്കാളും മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ സംസാരിക്കുകയാണ്, നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നത് വലിയ വ്യത്യാസമുണ്ട്. കാരണം 5-6 വർഷം ഇതിനെക്കുറിച്ച് ഡീപ്ലി സ്റ്റഡി, മനുഷ്യ മനസ്സിനെ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ നിങ്ങളൊരു സാധാ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നതും ഒരു സൈക്കോളജിസ്റ്റിന് ഷെയർ ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്ന ഒരിക്കലും കൗൺസിലിംഗ് സാധനമല്ല. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗൈഡൻസ് ആണെങ്കിലും ആ ഒരു കൺസൾട്ടിങ് സാധനം ആണെങ്കിലും ഒരു ഗുഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടി സയന്റിഫിക്കലി മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൗൺസിലിംഗ് ഒരു സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്.
എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഈ കൗൺസിലിംഗ് എന്നുള്ളത് ഇപ്പോഴും ശരിക്കും ആൾക്കാരേക്ക് നേരെ എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. കാരണം എനിക്കിപ്പോൾ ഒരു മെന്റലി ഞാൻ ഒരു എന്താ പറയുക, എനിക്ക് അത്ര ഒരു നല്ലൊരു സ്റ്റേജിലൂടെ അല്ല ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരാൾ പറഞ്ഞാൽ മേ ബി പറയുക ഓക്കെ നല്ലൊരു ഫുഡ് കഴിക്ക്, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു സിനിമ കാണുക, ആ രീതിയിലൊക്കെ കാരണം സംസാരം ഉണ്ടാവും. ശരിക്കും നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു തമാശ ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അപ്പം പറയുന്നൊരു ടേമാണ് ഈ ഡിപ്രഷൻ എന്നുള്ള സംഭവം. അത് മെന്റൽ ഹെൽത്തിനെ വേറെ തന്നെ ഒരു വേർഷനാണ് ഡിപ്രഷൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആവും എന്നൊക്കെ. പക്ഷെ ഡിപ്രഷൻ എന്നുള്ളതൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവലാണ്. ശരിക്കും അതെന്നെ നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താ അത് ആ നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മെന്റലി ബുദ്ധിമുട്ടുള്ള ഒരാള് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോഴും വെറുതെ ആക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ജസ്റ്റ് അതിനൊരു തമാശക്ക് പറയാന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് നോർമലൈസേഷൻ എന്നുള്ള സംഭവം സൊസൈറ്റിയിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതും ഈ ഒരു എന്താ പറയാ അത് വേറെ തന്നെ ഒരു സ്ട്രീം ആയിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു നോർമലൈസിങ് നോർമലൈസിങ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതുപോലെ ഈ ലേബലിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭയങ്കര അടിച്ചു വരി തുടക്കുന്ന ആളെ നമ്മൾ അങ്ങോട്ട് OCD ആക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ സൈക്കോളജിയിൽ നമ്മൾ ലേബലിംഗ് നമ്മൾ അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഒരു വൃത്തിയായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നമ്മൾ പറയില്ല ഈ സൈക്കോളജിസ്റ്റിന്റെ ബൈബിൾ എന്നൊക്കെ പറയാം, DSM-5 അല്ലെങ്കിൽ ICD-10 ഉണ്ട്. അതിൽ ഇത്ര ക്രൈറ്റീരിയ അവർ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഒരു ഡിസോർഡർ ആവുക. അതായത് അവരുടെ പേഴ്സണൽ, പ്രൊഫഷണൽ, സോഷ്യൽ, വർക്ക് ലൈഫ് ഒക്കെ തെറ്റുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആവുന്നത്. അപ്പോൾ അതിന്റെ ഒരു അവയർനെസ് ആസ് നാജിയ മാം സെഡ് ഞാൻ യോജിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ധാരണ ഇനിയും ആൾക്കാരിലോട്ട് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു മെന്റലി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഉമ്മ പറയാം ഓ വെറുതെ നാടകം കളിക്കാണെന്ന കാര്യം പറയുന്നുണ്ടാവുക. ആസ് യൂഷ്വൽ ഇത് തന്നെ ആയിരിക്കും നമ്മളുടെ ഒട്ടുമിക്ക പാരൻസും പറയുന്നുണ്ടാവുക. അപ്പോൾ ഒന്നും അത്ര തന്നെ ഡെവലപ്ഡ് ഐ തിങ്ക് എ ലോങ് വേ ടു ഗോ. അവർ ഇതാണ് ഒരു മെന്റൽ ഹെൽത്ത് ശരിക്കും എനിക്ക് മൈൻഡ് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ പുറത്ത് പോകാന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്താ അനക്ക് ഇവിടെ എന്താ കമ്മി എന്ന കാര്യം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് നമുക്കൊരു സീരിയസ് കൺസേൺ ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരു കാര്യമാണ് ഈ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ആൾക്കാർ കാണുന്നത് തന്നെ ഫസ്റ്റ് ക്ലിയർ ചെയ്യണം. എന്നിട്ടോട് നമുക്ക് എങ്ങനെ അത് അഡ്രസ് ചെയ്യാന്ന് പറയാൻ പറ്റും. അവയർനെസ് ഇവിടെ നല്ല രീതിക്ക് ലാഗിങ് ആണ്. ആ ഒരു അവയർനെസ് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സ്പ്രെഡ് ചെയ്ത് വരണമെന്നുള്ളതാണ്. ഇതില് ആഡ് ഓൺ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊരു റീല് കണ്ടു. ഇപ്പൊ മകള് അമ്മയോട് പറയാണ് അമ്മയെ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുകയാണ്. അപ്പൊ അമ്മ പറയണ്ടേ എവിടെ പോയാലും 6 മണിയുടെ മുമ്പ് വീട്ടിൽ കയറണം. അപ്പൊ അതാണ് ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പൊ ഒരു മകള് അല്ലെങ്കിൽ മകന് അടുത്ത് വന്നിട്ട് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരാളെ കണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ചിന്തിക്കും എന്താ കുഴപ്പം, എന്താ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അവര് അങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ ഇതൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് സംസാരിക്കാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് അതിന്റെ ലാക്ക് ഓഫ് നോളജ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഒരു യങ്സ്റ്റർ വന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെങ്കിലും കൺസൾട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് വേറൊരു ടോപ്പിക്കിലേക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ നാജിയോടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ഹൗസ് വൈഫ്, ഒരു ഫാമിലിയും ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ട്? ശരിക്കും പെട്ടെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാല് എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ബിക്കോസ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലി കയറിയതാണ്. പിന്നെ പഠിക്കുന്ന ടൈമിൽ തന്നെയാണ് എൻ്റെ മാരേജ് കഴിഞ്ഞതും ഞാൻ ഒരു ഫാമിലി ലൈഫിക്ക് കടന്നതൊക്കെ. സോ ഐ തിങ്ക് അത് നമ്മളെ വീട്ടിൽ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അത് ഇൻബിൽട്ട് ആയിട്ട്. കാരണം ഓക്കെ നീ എങ്ങനെ ചെയ്യണം, നീ എങ്ങനെ പോകണം എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ഞാൻ വളർന്നു വന്നത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ്. പക്ഷേ എൻ്റെ പാരൻസ് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ പഠിക്കാനും അങ്ങനെ കാര്യങ്ങൾക്കൊന്നും വലിയ തടസ്സവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് തന്നെ അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഒക്കെ. എനിക്കിപ്പോൾ ചില സമയത്ത് എൻ്റെ വർക്ക് മൊത്തം ഭയങ്കര ഹസിലാവും. കാരണം വീട്ടിൽ നിന്ന് വേഗം വരണം. മേ ബി ഞാൻ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നേരെ ഓഫീസിൽ വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു റുട്ടീൻ എന്നുള്ള സംഭവം അത് എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റ് ചെയ്യണം. ഐ ക്യാൻ ഡു ദാറ്റ്. ഞാനൊരു മൾട്ടി ടാസ്കിങ് വിമൺ ആണ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്യണം. എനിക്കിതൊക്കെ ചെയ്യണം. എനിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവും എന്നുള്ള റിയാലിറ്റിന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്.
ഞാൻ വളരെയധികം നാജിയിൽ ഈ ഒരു കാര്യത്തിൽ ഞാനും ഇൻസ്പയർ ആവാറുണ്ട് കേട്ടോ. ഐ ആസ് എ വണ്ടർ വുമൺ എല്ലാം ചെയ്യുന്ന മൾട്ടി ടാസ്കിങ് ഐ എം റിയലി ലൈക്ക് പ്രൗഡ് ആൻഡ് ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. ഓക്കെ തഷ്ഫ, ഇപ്പൊ കേരളത്തിൽ നിന്നും വിട്ടിന്ന് വേറൊരു സംസ്ഥാനത്ത് പോയി അവിടെ പഠിച്ച് അവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല, പാർട്ട് ടൈം ചെയ്തു, ഇപ്പൊ അവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഓക്കെ ഏകദേശം ഈ ഒരു സ്റ്റേജിൽ തന്നെയായിരിക്കും ആ ടൈമിൽ അവിടെ. അപ്പൊ ഇതെങ്ങനെയായിരുന്നു ഒരുമിച്ച് എല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്? ആക്ച്വലി നെസസിറ്റി ആണ്. നമുക്കത് ഫുഡ് എന്ന് വെച്ചാല് നമുക്കത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ഉണ്ടാക്കണം, അലക്കണം, കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഞാൻ കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഒന്നുകൂടി മെൻഷൻ ചെയ്യാം. ഞാൻ ജാമിയ മിലിയ ഇസ്ലാമിയയിലാണ്, ന്യൂഡൽഹിയിലാണ് എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി പഠനം വീട്ടിൽ പോയി വന്നതായിരുന്നു. അപ്പോൾ രാജി പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളെ ഒന്നും പുറത്തൊന്നും വിടാതെ അങ്ങനത്തെ ആ ഒരു ഫാമിലിയിൽ നിന്നും ആ ഒരു ചങ്ങല പൊട്ടിച്ചുകൊണ്ട് എന്താ പറയാ ഞാൻ പുറത്തു പോയത്. അപ്പൊ ഞാൻ പറയാണ്, എൻ്റെ ഇപ്പൊ സിസ്റ്റർ വന്നിട്ട് ഇപ്പൊ പുറത്ത് അബ്രോഡ് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിരുന്നു, അതായത് ആ ഒരു സെയില് നമ്മൾ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വരുന്ന പിന്നിലുള്ള ജനറേഷന് നമ്മൾ ഒരു വേ കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്തു എന്നുള്ളത് ഇഷ്ടം കൊണ്ട് ചെയ്താൽ മതി. നമ്മൾ 4 റൂംമേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ പഠനത്തിലാണെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം. പഠിക്കായിരുന്നു, വ്ളോഗിങ് ഉണ്ടായിരുന്നു, ട്രാവലിംഗ് ഉണ്ടായിരുന്നു, പിന്നെന്താ അവിടെ മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സ്മൃതിയിൽ PRO ആയിരുന്നു, മീഡിയ ഹെഡ് ആയിരുന്നു. അങ്ങനെ കുറെ മൾട്ടി ടാസ്കിങ് ഇങ്ങനെ ചെയ്ത് അത് ഇഷ്ടമായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഒരിക്കലും നോ എന്ന് പറയാൻ ഞാൻ ശ്രമിക്കലില്ല. അത് ഏറ്റെടുത്തിട്ട് അത് മാനേജ് ചെയ്യും. അതിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എഡെക്സ് ലൈഫ് സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് ഇവിടെ വരാൻ ആ ഒരു നിങ്ങളെയൊക്കെ കാണാനൊക്കെ കഴിഞ്ഞത് ഞാൻ അത്രയും കാര്യങ്ങൾ സ്കിൽഡ് ആയതുകൊണ്ടും ആ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ലേണിങ്സ് എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ദ പീപ്പിൾ ആൻഡ് എവറിത്തിങ്, അതെന്താ ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഐ വോണ്ട് ടു സേ. പിന്നെ ഇപ്പൊ പൊതുവേ ഉള്ളതാണ്, ഒരു ലേഡീസിനെ ഒരു പ്രായം കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് മിക്ക ഫാമിലികളിലുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് പറയുന്നത് അത് കുറെ മാറിപ്പോ, അത് കുറെ മാറി, പക്ഷെ ഇപ്പോഴും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മൈൻഡ് സെറ്റ് പറഞ്ഞാല് ഇപ്പം ഇത് ആൺമക്കളാണെങ്കിൽ നാളെ വീട് നോക്കാൻ അവരാണല്ലോ. പെൺകുട്ടികളെ ഇപ്പം കണ്ണൂരല്ലല്ലോ, എല്ലാ കണ്ണൂരിന്റെ കുറച്ച് ഭാഗങ്ങളിലും അങ്ങനെയല്ല സിസ്റ്റം, മാട്രിലിനിയലല്ല, ഒരു പാട്രിലിനിയൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവര് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ട് നമ്മളെ ഭയങ്കര ഫോളോ ചെയ്ത ആ ട്രഡീഷണൽ സിസ്റ്റം എന്ന് വെച്ചിട്ട് നമ്മളെ പെൺകുട്ടികളെ കല്യാണം കൊടുത്തേക്കും, പിന്നെ അവിടുത്തെ ആളാണ് എന്നുള്ളൊരു ധാരണയെന്നാണ് ഈ പഠനവും വരുന്നത്. പക്ഷെ ഇപ്പൊ കുറെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ആൾക്കാർ ഇതേപോലെ പഠിക്കുന്നതും എന്താ പറയുക, ഗേൾസ് അവരുടെ ഇഷ്ടത്തിന് അബ്രോഡ് പോകുന്നു, പഠിക്കുന്നു, അതൊക്കെ ബാക്കി കാണുമ്പോൾ പാരൻസിനാണെങ്കിൽ അവരുടെ മക്കൾ പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫ്ലോ മാറി വരുന്നുണ്ട്, അതിനൊരു ചേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ലോങ് വേ ടു ഗോ. ഓക്കെ, ഞാൻ ഇതിലോട്ടൊരു കാര്യം ആഡ് ചെയ്യാണ്. ഇപ്പോഴും എനിക്ക് കുറേ പെൺകുട്ടികൾ മെസ്സേജ് അയക്കലുണ്ട്, ജാമ്യയിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ലിസ്റ്റിൽ കയറി, പക്ഷെ പഠിക്കാൻ വിടാൻ പേടി എന്നുള്ളത്. കാരണം ഡൽഹി പോലുള്ള സ്ഥലം ഈ വുമൺ അഗെയിൻസ്റ്റ് ക്രൈംസ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ അതൊക്കെ പഠിച്ചു. അപ്പൊ സേഫ് ആണോ ശരിക്കും, എങ്ങനെയാണ് ഇത് എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജാമ്യം എന്താണെന്നൊന്നും അവർക്കറിയില്ല. ഞാൻ അങ്ങോട്ട് എക്സാമിന് അപ്ലൈ ചെയ്തു, എക്സാം എഴുതാൻ തിരുവനന്തപുരത്ത് പോയി, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇങ്ങനെ പോസ്റ്ററൊക്കെ അടിച്ചപ്പോൾ അവർ അമ്പരുന്നു. ഇത് എന്തോ വലിയ സംഭവമാണെന്ന് പാരൻസിനും സിബ്ലിങ്സിനൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ നമ്മള് വേറെ രീതിക്കൊന്നും വഴിതെറ്റി പോവില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് മെയിൻ ആയിട്ട് എന്നെ വിട്ടിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെ പുറത്തു പോയി പഠിക്കാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു, എന്നിട്ടും വീട്ടുകാരെങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? ആക്ച്വലി കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ടോപ്പ് 3 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിൽ കുറേ പേര് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയപ്പോൾ തന്നെ കുടുംബക്കാരൊക്കെ വിഷയതൊക്കെ കണ്ടിട്ട് തന്നെ പാരന്റ്സിന് ഇതെന്തോ വലിയ സംഭവം എന്ന് തോന്നി. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ അത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ വിട്ടു. പിന്നെ എൻ്റെ ബ്രദേഴ്സൊക്കെ, എനിക്ക് 2 ബ്രദേഴ്സ് ഉള്ളത്, അവർ നല്ല രീതിക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്കായിരുന്നു പിന്നെയും ഭയം, കാരണം ഡൽഹി, പിന്നെ നമ്മൾ നിർഭയ കേസൊക്കെ കേട്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ അവിടെ പോകുമ്പോൾ റിയാലിറ്റി അതേയല്ല. കുറേ മലയാളികളുണ്ട്, ഭായിമാരൊന്നും കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ വെജിറ്റബിൾ ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഭയങ്കര ചില്ലാണ്. പക്ഷെ നമ്മളെ സംരക്ഷിക്കണം.
അങ്ങനെ പെപ്പർ സ്പ്രേ കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് പെപ്പർ സ്പ്രേന്റെ ആവശ്യം ഡൽഹിയിൽ വന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ മെയിൻ ആയിട്ട് ഡൽഹിയിൽ വരുന്ന ക്രൈം എന്ന് വെച്ചാൽ ഫോണ് തട്ടിപ്പറിക്കുന്ന വിഷയമാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടത്തോടെയാണോ അത് ഹസ്ബൻഡിന്റെ? എനിക്ക് തോന്നുന്നു ഞാനൊരു പാഷനേറ്റ് ലേണറാണ്. അതായത് എനിക്ക് ഇനിയും പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സംഭവമാണ്. എനിക്കിപ്പോ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നത്. കാരണം ഞാൻ ഓൺ ദി സ്പോട്ടിലൊന്നും പറയുന്നില്ല. അതൊക്കെ ഞാൻ മുമ്പേ തുടക്കം അവർക്ക് സൂചനകൾ കൊടുക്കും. എൻ്റെ പ്ലാനിങ് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 10ഉം പ്ലസും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ്. +2 കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ പഠിക്കണം, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്ന് സ്വാഭാവികമായിട്ടും നമ്മളെ ബ്ലഡ് ലൈനിൽ അങ്ങനെ ആരും ഇല്ല ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കുന്നതും. അതും ഗവൺമെന്റ് കോളേജിലൊക്കെ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോയത് ഞാനാണ്. അപ്പോൾ അതും അവർക്ക് ആ സമയത്തൊക്കെ ഒരു സീറോ ടൈപ്പ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ കോളേജിൽ ഞാൻ വിക്ടോറിയ കോളേജ് ആയിരുന്നു, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് നാട്ടിലെ ഏറ്റവും അടുത്തുള്ള കോളേജ് ചേർത്താനായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ അഥവാ ഞാൻ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിരുന്നു. കാരണം ഞാൻ അത് വിക്ടോറിയ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടന്ന ആളായിരുന്നു. കാരണം അത്രയും ഇഷ്ടമായിരുന്നു പുറത്ത് പോയി പഠിക്കാനും ആ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്തെന്ന് വെച്ചാല് അവരോട് ആദ്യം ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവരാദ്യം ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്തു. ആൾക്കാരെ ഓരോന്ന് കാണിച്ചത്, പുറത്ത് പോകണവരെ കാണിച്ചു കൊടുത്തിട്ടും. ഇത് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞാൽ അവർ നോ പറയും. പതുക്കെ കൺവിൻസ് ചെയ്തെടുത്താല് നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ പാരന്റ്സിന് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് അവരുടെ പർപ്പസും അവരുടെ ഗോൾ എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നായിരിക്കും. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് തോന്നിച്ചാല് നമുക്ക് നല്ല റിസൾട്ട് അവർക്ക് കാണിച്ചു കൊടുത്താല് അവർ സ്വാഭാവികമായിട്ടും അയക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഞാൻ +2 കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും UPSC വരെ പോകാൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് പോവാണെങ്കിലും അവരാദ്യം നോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്, അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം 3 ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതണല്ലേ, വെറുതെ 2 വർഷം 3 വർഷം വേസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. കുറെ വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴുള്ള എൻ്റെ ആഗ്രഹത്തിന് റിഗ്രറ്റ് തോന്നി. ഞാനിപ്പോൾ ചെയ്തിട്ട് എനിക്ക് 2 വർഷം 3 വർഷം വേസ്റ്റ് ചെയ്താൽ അപ്പത്തെ റിഗ്രറ്റ് തോന്നി. പിന്നെ കുറെ ബാക്ക് തിരിഞ്ഞ് നോക്കുന്ന ടൈമിൽ എനിക്ക് ഓക്കെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഒരു സമയത്ത് ആഗ്രഹിച്ചതിൽ ഞാനത് ചെയ്തു, ഞാൻ റിഗ്രറ്റ് ഇല്ല എനിക്ക്. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ, ഞാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിലോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് തോന്നും. പക്ഷേ എനിക്കിപ്പോൾ റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ എൻ്റെ ഒരു 2 വർഷം അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോൾ റിഗ്രറ്റ് ഇല്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം വന്നു, ഞാൻ അതിന് ശ്രമിച്ചു. ബട്ട് നമുക്ക് ഓരോരുത്തർക്ക് എനിക്ക് തന്നെ തോന്നി ദിസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ തോന്നിയപ്പോൾ ഞാൻ അത് ബാക്ക് ഔട്ട് അടിച്ചു. അതാണ് എനിക്ക് ഒന്നതിന് പറയാനുള്ളത്. അജ്മൽ, ഇപ്പൊ ബോയ്സ് പൊതുവെ PGക്ക് പോകുന്നത് കുറവാണ്. ഇപ്പൊ ഞാനൊന്നും പോയില്ല, എനിക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ തനിക്ക് എപ്പോഴും PGക്ക് പോകണം, എനിക്കൊരു ടീച്ചറാണ്. പിന്നെ ബോയ്സ് പൊതുവെ തിരഞ്ഞെടുക്കാത്ത ഒരു ജോബാണ് ടീച്ചിങ്. എന്തുകൊണ്ട്? എനിക്ക് ഇപ്പൊ ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഫേസ് ചെയ്ത കുറേ പ്രോബ്ലംസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റഡീസിലായാലും കുറേ പ്രോബ്ലംസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഒരു സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എന്നെ പോലെ വേറൊരാളെ എന്തുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തുകൂടാണ്. ആ ഒരു ഇതിലാണ് ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്തത്. പിന്നെ PG എടുക്കണം എന്നൊക്കെ ഉണ്ട്, നോക്കാം ഇൻഷാ അല്ലാഹ്. PG ഒക്കെ എടുക്കണം, നെറ്റ് എടുക്കണം ഒക്കെ, അതൊക്കെ സ്വപ്നങ്ങളാണ്. അതൊക്കെ അതിൻ്റെ ഇതിലേക്ക് പോകും. പിന്നെ പൊതുവേ ബോയ്സ് എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടൈമില്ല എന്നാണ്. കാരണം പേരൻസിൻ്റെ പ്രഷർ ഉണ്ടാവും. പെട്ടെന്ന് ജോബ് ആകുക, പെട്ടെന്ന് സെറ്റിൽ ആകുക, കല്യാണം കഴിക്കുക. അതാണ് പേരൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇത് കൺസേൺ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം ഞാൻ വേറെ കുറേ റീസൺസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതുകൊണ്ടായിരിക്കാം അവർ PGക്കൊന്നും പോകാതെ B.Ed ഇപ്പോൾ B.Ed ആണെങ്കിലും PG ആണെങ്കിലും ഒരു 4 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ടും പഠിക്കണം. അതൊന്നും എടുക്കാതെ വേറെ ജോബ് നോക്കുന്നതും പിന്നെ പ്രൊഫഷണൽ കോഴ്സ് നോക്കുന്നതും അതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ ഇനി ഒന്നോടെ ടോപ്പിക് മാറ്റിയാലോ? പല പല ടോപ്പിക്കിലേക്ക് സംസാരിച്ചാലും. അപ്പൊ ഇപ്പൊ യാത്രകള്, ലേഡീസ് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ്, ഇപ്പൊ പേഴ്സണലി എനിക്ക് തന്നെ യാത്ര ചെയ്യുമ്പോൾ പല ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. മെയിനായിട്ട് ട്രെയിനില്, അത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഭയങ്കര ഇഷ്യൂ. ആ സമയത്ത് ലേഡീസ് കുറച്ചുകൂടി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്. അങ്ങനെ എന്തെങ്കിലും
ഓക്കെ, ഞാന് ഇപ്പോ ഹരി ഇങ്ങനെ പറയുന്ന സമയത്ത് എന്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് വന്നത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത മുംബൈ യാത്രയാണ്. ജനറൽ കമ്പാർട്ട്മെന്റ് ഡൽഹി ടു മുംബൈ 28 മണിക്കൂറാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ വാഷ്റൂം പോലും പോവാതെ ഒരു മുക്കിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാല് ഒന്നാമത് നമുക്ക് കുറെ പേടി, ആദ്യമായിട്ടാണ് ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ദീപാവലി ടൈം ആയിരുന്നു. അപ്പോ ട്രെയിൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കാണ് ദീപാവലി ടൈമിൽ, ഭായിമാരും പാൻപരാഹും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ, ഞാൻ എൻ്റെ ഭാബി അവിടെയാണ് ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂപ്പര് കെമിസ്ട്രി ഫീൽഡാണ്. അപ്പോൾ പെയിന്റ് ആ ഒരു കമ്പനിയിൽ കെമിസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭാബി പറഞ്ഞോടെ ദീപാവലി അടിപൊളിയാണ്, പിന്നെ മത്തേരാനൊക്കെ നമുക്ക് പോവാ, ഈ പോരെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ട്രെയിന് രണ്ടും കൽപ്പിച്ച് പോകുന്നത്. ടിക്കറ്റ് നോക്കി, പക്ഷെ രാജധാനിയിലൊക്കെ അത്യാവശ്യം നല്ല ഫെയർ ഉണ്ട്, 6000-7000. അപ്പൊ അതൊന്നും അഫോർഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് എന്നാ പോയേ പറ്റൂ. പിന്നെ വേറെ നമ്മൾ വേറെ സ്ലീപ്പറൊക്കെ നോക്കിയപ്പോൾ ഫുൾ ഫില്ലാണ്. സോ ഞാൻ എന്ത് രണ്ടും കൽപ്പിച്ച്, ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ബാഗ്, അത് ഫ്രണ്ടിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒറ്റ മൈൻഡ്. ആ ടൈമിൽ ഒറ്റ മൈൻഡ് എന്നുള്ള വാക്ക് ഭയങ്കര എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിരുന്നു, ഒറ്റ മൈൻഡ് എന്നുള്ള സാധനം. അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോയി. പക്ഷെ എനിക്കിപ്പോ സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് മേ ബി ടച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. മേ ബി ഞാൻ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. സ്റ്റെയറിങ് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല. എന്തെങ്കിലും രീതിക്കുള്ള സ്റ്റെയർ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഞാൻ പേടിക്കൂല, ഞാൻ തിരിച്ച് നല്ലോണം നോക്കും. അതാണ് ഞാൻ ചെയ്തിരുന്ന വേറൊരു സാധനം. പിന്നെ നമ്മളൊരു പാവം കുട്ടിയാണ്, ഒന്നും അറിയാത്ത കുട്ടിയാന്ന് വെച്ചാൽ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് എടുക്കും. അപ്പോൾ ഞാൻ നല്ല ബോൾഡായിട്ട് എൻ്റെ ഇരുത്തത്തിലാണെങ്കിലും നോട്ടത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഒക്കെ, നമ്മൾ ഹിന്ദി അറിയില്ല എന്നുള്ളത് അവരറിയിക്കില്ല. ഹിന്ദി സത്യം പറഞ്ഞാൽ തോടാ മാലൂം ഹേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു യാത്രയിൽ ഇഷ്ടം പോലെ പയ്യന്മാരെ ഞാൻ പരിചയപ്പെട്ടു. അത് നല്ലൊരു യാത്രയായിരുന്നു. പക്ഷെ ഇതിലൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ വാഷ്റൂം പോകാൻ ഞാൻ എണീച്ചിട്ടില്ല, ഫുഡില്ല, ഒരു ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും ഒരു ബോട്ടിൽ വെള്ളവും. പൊതുവെ നമ്മൾ പറയാറുണ്ട് കുറേ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആവണമെന്നത്. പക്ഷെ ആ ഒരു യാത്രയിൽ ഞാൻ ടോയ്ലറ്റ് പോകുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ഭയങ്കര കുറവായിരുന്നു. ഞാൻ നേരെ ഇറങ്ങിയതും കുഴഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ഫുഡ് കഴിച്ച് അങ്ങനെ ഒരു യാത്ര. പിന്നെ വേറെ സോളോ ആണിത്. വേറെ യാത്രകൾ എന്ന് വെച്ചാൽ കൂട്ടുകാരൊത്തം, അത് ഗേൾസ് മാത്രം പോയിട്ടുണ്ട്. അത് ഉത്തരാഖണ്ഡില് വാലി ഓഫ് ഫ്ലവേഴ്സ്, ഹേംകുണ്ട്, വേൾഡ്സ് ഹയസ്റ്റ് ഗുരുദ്വാരയാണ്. 15200 സംതിങ് ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗാംഗ്രിയ ഇതൊക്കെ കടന്നിട്ടാണ് പോകണം. 55 കിലോമീറ്റർ സംതിങ് നമ്മൾ ട്രക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗേൾസ് ആണ് ട്രക്ക് ചെയ്ത്. ഫിസിക്കലി നമ്മൾ വീക്കായിരുന്നു. ട്രക്കിംഗ് എന്താ പോലും, വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ട്രക്കിംഗ് പോലും അറിയാണ്ട് ട്രക്കിംഗ് പോയ ആൾക്കാരാണ്. സാധാ ചെപ്പലിട്ട് ട്രക്കിങ്ങിന് വന്ന ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വാലി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഹേംകുണ്ട് പോയിട്ടുണ്ട്, പിന്നെ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിൾ പോയിട്ടുണ്ട്, പിന്നെ വാഗ ബോർഡർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുള്ളത് കശ്മീരാണ്. കശ്മീർ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സിനൊപ്പം പോയിട്ടുള്ളത്, എനിക്ക് അറിയാത്ത ടീംസിനൊപ്പം. ഞാൻ മാത്രം എന്ത് പെട്ടെന്ന് എനിക്കൊരു വൈബ് അടിച്ചു. അത് കറക്റ്റ് ഈ ചില്ലിയ നമ്മൾ ഈ വിന്റർ ഉണ്ടല്ലോ അങ്ങനെ നിൽക്കുന്ന കറക്റ്റ് സ്നോഫോൾ ഒക്കെ കിട്ടിയ ഒരു ടൈമായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലം യാത്ര ചെയ്യാൻ പറ്റി. ഒറ്റയ്ക്ക് പോയത് മുംബൈ മാത്രമാണ്. പിന്നെ മാത്രമല്ല നേപ്പാൾ പോകാത്തതിന്റെ റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഇപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂ ആയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ നോർത്ത് ഈസ്റ്റ് സിക്കിം ഒന്നും അതിൻ്റെയൊക്കെ ഒരു സങ്കടം ഉണ്ട്. മാക്സിമം 2 കൊല്ലം സ്റ്റുഡന്റ് ലൈഫ് ആകുമ്പോൾ നമുക്ക് പൈസ കുറഞ്ഞ് യാത്ര ചെയ്യാം. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാനൊരു ദിവസം വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ്. ഞാൻ അബദ്ധവശാൽ ഈ ട്രെയിനിൽ കയറി. ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റ് മുതൽ AC വരെ ഓടി. അത്രയ്ക്കും പരിതാപകരമായിരുന്ന അവസ്ഥ. താഴെ മൊത്തം ടോയ്ലറ്റിലെ വെള്ളം, പാൻ പരാഗ്, ഈവൻ ഒരു മലയാളി പോലുമില്ല, ലേഡീസ്. അപ്പൊ എൻ്റെ കൂടെ 2-3 ചേച്ചിമാരും ഉണ്ടാകും, അവരും എൻ്റെ കൂടെ വരികയാണ്. അത്രയ്ക്കും പരിതാപകരമാണ്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ പൊതുവെ ട്രെയിനിന് ഭയങ്കര ഇഷ്യൂസ് ആണ്. അതെങ്ങനെ വെച്ചാലേ എനിക്ക് ആകെ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു, ആ സ്ഥലം കാണണം, നമ്മള് ജേർണി നമ്മൾ എൻജോയ് ചെയ്ത് പോവാ, ഒരു ഡെസ്റ്റിനേഷൻ. എനിക്കറിയില്ല, പൊതുവെ പേഴ്സണലി കുറച്ച് റെസിലിയൻസ് പവർ കുറച്ച് കൂടുതലാണ്. ഭയങ്കര റെസിലിയന്റ് ആണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും എങ്ങനെ നേരിടും എന്നുള്ള ഒരു മനക്കെട്ടി. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ്, ഇങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കണേ എന്തായാലേ എന്നുള്ള സാധനം. പിന്നെ നല്ല വേർപ്പ് സ്മെല്ല് ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ മലയാളികളെ പോലെ നല്ല ഡ്രസ്സൊന്നും അല്ല, ഇവരിന്റെ ഏതോ കോലത്തിലുള്ള ഡ്രസ്സും ഏതോ മനുഷ്യന്മാരൊക്കെയാണ്. പക്ഷെ എന്താ, ഞാൻ ആ ഒരു ഡെസ്റ്റിനേഷൻ എനിക്ക് കണ്ടേ പറ്റൂ. നമ്മൾ പറയില്ല ഒരു ബക്കറ്റ് ലിസ്റ്റ്. ഞാൻ ഡൽഹിയിൽ എത്തിയത് ഞാനിങ്ങനെ ചുമരുമേ കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലങ്ങൾ. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് കാണേണ്ട സ്ഥലങ്ങളെല്ലാം ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ജയ്പൂർ, ജയ്സൽമേരത്തെ മണല് ഞാൻ എപ്പോഴും പറയലുണ്ടായിരുന്നു. അതായത് മഞ്ഞ് ഫീൽ ചെയ്തിട്ടുണ്ട്.
ബീച്ച് കാര്യങ്ങളൊക്കെ ഫീൽ, പക്ഷെ മണാലി എനിക്ക് ഇതുവരെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അജ്മീർ പോയിട്ടുണ്ട് പക്ഷെ അപ്പോൾ അതൊരു യാത്രകളെ കുറിച്ച് എന്താ പറയുക? എനിക്ക് തഷ്രീഫാൻ്റെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര തഷ്രീഫാനിൽ ഇംപ്രസ് ആയത്, കാരണം ഷീ ട്രാവൽഡ് ലോട്ട് റൈറ്റ്. കാശ്മീർ പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു ഡ്രീം പ്ലേസ് ആണ് കാശ്മീർ. മേ ബി അത് പല സാഹചര്യത്തിൽ എനിക്ക് നല്ല ട്രാവൽ ചെയ്യാൻ, അങ്ങനെ ദൂരെ ഇതേപോലെ ഒരു കേരളത്തിന് പുറത്തൊന്നും ട്രാവൽ ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് തഷ്രീഫ് അങ്ങനെ പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ് ലൈഫിൽ തന്നെ അവൾ കുറേ ട്രാവൽ ചെയ്തു. അത് അവളെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു കറേജ്, കാരണം എനിക്കറിയാം എത്ര ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എത്രത്തോളം എന്താ പറയുക ഒരു ആ ബുദ്ധിമുട്ടും ആ ഒരു ഫോഴ്സും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത്. സോ ഞാൻ അപ്രിഷ്യേറ്റ് ദാറ്റ് ഷീ ട്രാവൽഡ് ലോട്ട് ഡ്യൂറിങ് ഹർ കോളേജ് ലൈഫ്. കാരണം നമുക്കൊരു എപ്പോഴും പറയും പൈസ ഇല്ലാന്ന് നോക്കിയാൽ അതൊക്കെ വേറെ വെച്ചിട്ട് ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ട്രാവൽ ചെയ്തത് അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ കാസർഗോഡായിരുന്നു MBA ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു ഞാൻ ട്രാവൽ ചെയ്ത് വെച്ചാൽ രാത്രി ട്രാവൽ ചെയ്യുന്ന കൂടുതലുണ്ടാവുക. അതായത് രാവിലെ നേരത്തെ പോവും, എക്സാംസിനും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന പോകാറുണ്ടാവും ചിലപ്പോൾ. കാരണം ഞാൻ മാരീഡാണ്, അപ്പോൾ ഹസ്ബൻഡും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വരലാക്കാറുണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1-2 മണിക്കാരം സ്റ്റേഷനിലെത്തുക. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ശരിയാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു പുറം മോടി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും, ഞാൻ ഭയങ്കര ബോൾഡാണ് എന്നുള്ള സംഭവം. പാവത്താൻ പോലെ ഇരുന്നാൽ ആൾക്കാരുള്ള നോട്ടങ്ങൾ വേറെ ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് ആരെങ്കിലും നമ്മളെങ്ങനെ കുറേ നേരം തുറച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ക്രൂര ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ട് വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പറയുകയാണെങ്കിൽ രാത്രി ഞാൻ ഇതുവരെത്തും ഞാൻ ട്രെയിനിൽ ഉറങ്ങിയിട്ടില്ല. പേടിയാണ്, അത് ജെന്യൂനായിട്ട് പറയാം, പേടിയാണ്. കാരണം നമുക്ക് അറിയില്ല നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം ഞാൻ ജനറൽ വന്നിട്ടുണ്ട്, ജനറലാണെങ്കിലും ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ നോക്കാറുള്ളൂ ജനറലിൽ തന്നെ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. ലേഡീസ് കമ്പാർട്ട്മെന്റ് നമുക്ക് ഒന്നും കൂടി സേഫാണ്. എനിക്ക് തോന്നുന്നു രാത്രിക്കൊക്കെ ഗേൾസിന് ട്രാവൽ ചെയ്യാൻ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര സുഖമാണ്. കാരണം എപ്പോഴും പിന്നെ നമ്മുടെ കേരളത്തിലെ റെയിൽവേ എന്നുള്ളത് നോർത്തിനെ അപേക്ഷിച്ച് ഞാൻ നോർത്തിൽ അത്ര ട്രാവൽ ചെയ്യാത്ത ഒരാളാണ്, ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിലെ നമ്മൾ സിസ്റ്റം നോക്കുമ്പോൾ ഒന്നുകൂടി ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. കാരണം എപ്പോഴും നമുക്ക് ആളുണ്ട് നമ്മുടെ റെയിൽവേ. എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫോണ് പുറത്ത് പോയി. ഞാൻ അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തു ഓൺ ദി സ്പോട്ട്. ഞാനൊരു 3 മണിക്കൂറിന് ശേഷം, അതായത് ഞാൻ കാസർഗോഡ് എത്തിയിട്ട് എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടത് ഒരു കോഴിക്കോട് ആ ഭാഗത്തായിരുന്നു. ഒരു 3 മണിക്കൂറിന് ശേഷം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളി വന്നു. അത്രയും എഫിഷ്യൻ്റ് ആണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യനിലെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് ആണ്. ഞാനൊരു കാര്യം ആഡ് ചെയ്യാണ്. അതായത് നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നല്ല ചിരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോലും നിൽക്കുന്ന ആൾക്കാർ അവരൊരിക്കലും വിശ്വസിക്കരുത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരാളെയും വിശ്വസിക്കരുത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ നിൽക്കാൻ. ആരെയും വിശ്വസിക്കാത്ത ട്രസ്റ്റ് ചെയ്യാത്ത ആ ഒരു സാധനം നമ്മൾ കീപ്പ് ചെയ്യണം. ചിരിച്ചു നിൽക്കുന്ന ആളായിരിക്കും ലാസ്റ്റ് നമ്മളെ നീ കാട്ടാ, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളായിരിക്കും ശരിക്കും ജെന്യുവിൻ. അപ്പോൾ ആ ഒരു സാധനം ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു, ആരെയും ട്രസ്റ്റ് ചെയ്യാത്തൊരു സാധനം. അതെ, അതിലേക്ക് ആഡ് ചെയ്യാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ടായിരുന്നു. അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് പോകുക. ഈ പാൻ പരാഗിന്റെ ഇതിൻ്റെ ഒക്കെ മണെന്ന് പറയുമ്പോൾ ഞാൻ കൈ 2 ഇവിടെ വെച്ചിട്ടുണ്ട്. പേഴ്സിൽ പോക്കല്ലായിരുന്നു, ഫോണിൽ പോക്കല്ലായിരുന്നു. ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ കയറും, ആരാ അടിച്ചു. ഡൽഹി അങ്ങനെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് വേറെയും മലയാളീസ് ഉണ്ടായിരുന്നു. ഞാൻ അവരെ ആദ്യം ശ്രദ്ധിച്ചില്ല. ഇവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എന്നെ നോക്കി ഇങ്ങനെ അട്ടി, ഇപ്പൊ ഞാനിങ്ങനെ അട്ടി. അപ്പൊ അവരിങ്ങനെ അപ്പൊ പൊതുവേ ആ സൈഡിലേക്ക് പോണവര് ഭയങ്കര കെയർഫുള്ളാണ്. ആരും വിശ്വസിക്കാതെ എന്ന് പറഞ്ഞാൽ എപ്പോഴാ ഫോണിന്റെ കാര്യമായാലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും വേസ്റ്റ് ജേർണി ആയിരുന്നത് ആഗ്ര ടു ഡൽഹി. കാരണം അത്ര തിരക്ക് പിടിച്ചു, അതിന്റെ സ്മെല്ല്, ടോയ്ലറ്റിന് അങ്ങോട്ട് പോകാനേ പറ്റില്ല. പിന്നെ ആൾക്കാർ നിലത്ത് കടക്കുക, ഇരിക്കലൊന്നല്ല, നിലത്ത് കടക്കുക. അവരെ വീട്ടിൽ ഇരിക്കണ പോലെ കടന്നിട്ട് അവര് എന്താ ഏറ്റവും വേസ്റ്റ് ജേർണി ആയിരുന്നു അത്. പഞ്ചാബിലെ യാത്ര അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ നിലത്തിരുന്ന് കടന്നിട്ടാ പോയത്. അത് എന്താണ് ആളില്ലെങ്കിൽ ഓക്കെ, നമുക്ക് നിന്ന് തിരിയാനൊരു സ്ഥലമല്ല, അതിലാണ് അവരങ്ങനെ. അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വർക്കൊക്കെ കഴിഞ്ഞ് ആകെ എക്സോസ്റ്റനായിട്ട് വരുന്ന ടൈമായിരിക്കും. എന്തായാലും എന്റെ ബെസ്റ്റ് അതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ആഡ് ചെയ്യാണ്, ഞാന് ഭയങ്കര ലക്ഷറി ആയിട്ട് യാത്ര ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് തോന്നുന്നു. കാരണം എനിക്ക് എപ്പോഴും ഒരു കവചം പോലെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഇപ്പൊ ജനറലാണെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും ഇനിയിപ്പം തത്കാലിലൊക്കെ നമുക്ക് സീറ്റ് ഉണ്ടോ നോക്കിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് 1000 ആണെങ്കിൽ 1000 കൊടുത്തിട്ടും
ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഞാൻ എപ്പോഴും ലക്ഷറി ആയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നത്. അതായത് നമുക്കൊരു കംഫർട്ട് സോൺ, ഒരു കവചം പോലെ പാർട്ട്ണർ എന്നുള്ളത് അത് വേറെ തന്നെ എടുത്ത് പറയാനുള്ള. കാരണം ഇപ്പം ഇത്രയും ഇപ്പോൾ തഷ്രീഫൊക്കെ ആണെങ്കിൽ സിംഗിളാണ്, അപ്പോൾ അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഭയങ്കര ലാവിഷായിട്ട് പോയ ഒരാളാണ് എന്നുള്ളത്. അല്ല, അതിൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും സ്ലീപ്പർ AC കമ്പാർട്ട്മെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കടക്കാം ഇരിക്കാം എന്ന്. അതല്ല, നൈറ്റ് ആയി കഴിഞ്ഞാൽ അതിലും ആൾക്കാർ കയറും. അങ്ങനെ കയറുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു അമ്മൂമ്മ വന്നിരുന്നു. അമ്മ വന്ന് സീറ്റ് മാറിയിട്ട് ഒന്നും ചോദിച്ചില്ല. അമ്മൂമ്മ നേരെ വന്ന് നിലത്ത് കടന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവർക്ക് മാറിക്കൊടുക്കിയത് ഇവിടെ കടന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഏജ് ആയവരടക്കം അവര് സ്ട്രഗിൾ കാരണം ബാക്കിലത്തെ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് തിക്കി തരണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊരു പേര് മാത്രമല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെങ്കിലും അറിയാലോ അതിന്റെ കാര്യങ്ങൾ. ഓക്കെ, എന്നാ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? അതെ, പറയുകയാണെങ്കിൽ ഇനി കുറെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം വേറെ സെഷൻ വെക്കാം തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു പോഡ്കാസ്റ്റ്? ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. ഞാൻ കുറേ പോഡ്കാസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഐ ഫീൽ റിയലി താങ്ക് യു ഗ്രോ ഫ്യൂൽ ഫോർ ഇൻവൈറ്റിംഗ് മീ to this your platform. Thank you so much. അപ്പോൾ ഞാൻ റിയലി ഹാപ്പി ആണ് and I'm excited to see what's next. Thank you. Yes. I'm also grateful for you because എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു. നമ്മുടെ നമുക്കറിയുന്ന നമ്മളെ കുട്ടികൾ ഇതുപോലെ പുതിയൊരു ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ദാറ്റ്സ് റിയലി എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു കേട്ടോ. നല്ലൊരു ഇനി നമുക്ക് നന്നായിട്ട് ഇനിയും ഗ്രോ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവ് വലിയൊരു ഇനീഷ്യേറ്റീവ് നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു ഗൈസ്. എനിക്ക് പറയാൻ പറ്റുന്ന ഇപ്പൊ ഇവരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും അടുത്ത പോഡ്കാസ്റ്റിലും എന്നെ വിളിക്കുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഒന്നുകൂടെ ഇരിക്കാം. അപ്പൊ ശരി, നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷൻ നിർത്താണ്. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. Bye guys. Bye guys.